ഇവൻ ഒരു സ്വസ്ഥതയും തരില്ലല്ലോ എന്നെ ദൈവമേ. ആള് കയ്യിലേക്ക് കിട്ടാതെ കൊടുക്കാൻ പറ്റൂ? ഹലോ, നീ എവിടെയായിരുന്നു മൈഥിലി? നിനക്കെന്താ വീണ്ടും സംശയമാണോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ ഫോൺ എടുക്കാൻ വല്ലാത്ത ഡിലേ, അതുകൊണ്ട് ചോദിച്ചാ. പലരുടെയും കണ്ണ് വെട്ടിച്ച ഞാനിവിടെ ഓരോന്ന് ചെയ്യുന്നേ, അത് നീ മനസ്സിലാക്കണം. എടീ, നീ ദേഷ്യപ്പെടാതെ. ഞാൻ ചിലപ്പോഴൊക്കെ നിന്നോട് ദേഷ്യപ്പെട്ടും പൊട്ടിത്തെറിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ഭാവി ഭദ്രമാക്കാനല്ലേ. അതുകൊണ്ട് നീ പിണങ്ങരുത്. ദേ, നമ്മുടെ വിലയേറിയ ഓരോ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്കും വേണ്ട ഒരു ജീവിതം. എനിക്കറിയാടാ, പക്ഷെ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലോ. നീ ശ്രമിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എത്രയും പെട്ടെന്ന് വാള് കൈക്കലാക്കണമെന്നേ ഞാൻ നിർബന്ധം പിടിക്കുന്നുള്ളൂ. എടാ, ഇന്ന് രാത്രി ഞാൻ വാളെടുത്തിരിക്കും. അറയുടെ താക്കോൽ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ആ, വെരി ഗുഡ്. ഇനി ഒട്ടും താമസിക്കണ്ട. വേഗം ഒരു മനുഷ്യർക്കും പിടികൊടുക്കാതെ ആ വാള് കൈക്കലാക്കാൻ നോക്ക്. അത് കൈക്കലാക്കിയ ഞാനും നീയും നമ്മുടെ ജീവിതവും സേഫായി. ആ ശരിയടാ, നീ ഇപ്പൊ ഫോൺ വെക്ക. അത് കിട്ടിയാലുടൻ ഞാൻ നിന്നെ വിളിക്കാം. ശരി ശരി. ജേട്ടാ, ഇതെപ്പോ വന്നു ചേട്ടാ? അവരെന്നെ വിട്ടു. വിട്ടോ? ദൈവമേ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈശ്വര. എന്നിട്ട് കാർത്തിമാനൊന്നും പറഞ്ഞില്ലല്ലോ? ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ കാർത്തിമാൻ വരുമായിരുന്നു കാറുമായിട്ട്. ഏയ്, അതിന്റെ ഒന്നും കാര്യമില്ല. ഡേ, ഞാൻ ടാക്സി പിടിച്ചു പോന്നു. എത്രയും പെട്ടെന്ന് തന്നെ കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു. എന്നാലും ഇത് വല്ലാത്തൊരു അത്ഭുതമായി. ഞാൻ ജേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ ഓർക്കാപ്പുറത്ത് വാതിലിന്റെ മുട്ട് കേൾക്കുന്നത്. അതെ, ടാക്സി പിടിച്ചു വന്നതാന്ന് പറഞ്ഞിട്ട് കാറിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അതുമല്ല, ജേട്ടൻ മഴ നനഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഇവിടെ മഴ പെയ്തില്ലല്ലോ. ഉണ്ടേച്ച് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം എന്നാ പഴമക്കാരുടെ പ്രമാണം. അത് പഴമക്കാര്. എന്തായാലും ആ പ്രമാണം ഇന്നൊന്ന് തിരുത്തി കുറിക്കാം. നോക്കി നിൽക്കാതെ കറി വിളമ്പ് ദേവി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നേ. മതി 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 മതി. നല്ല വിശപ്പ്. കഴിക്ക്. ജയിലിൽ വെച്ച ആഹാരമൊന്നും കഴിച്ചില്ലേ? ജയിലിൽ വെച്ചല്ല, ഇനി എവിടെ പോയി എന്ത് കഴിച്ചാലും, എത്ര വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചാലും എന്റെ ദേവി വിളമ്പി തരുന്ന ആഹാരം പോലെ ആവും അതൊക്കെ.
എനിക്ക് എന്റെ ദേവി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. ഇനി പരേതാത്മാവായി പരലോകത്ത് പോയാലും അവിടെയും എന്റെ ദേവി വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. ആ കാത്തിരിപ്പാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം. ജേട്ടാ, ഞാൻ യമലോകത്തിരുന്നാലും എന്റെ ആത്മാവ് നിന്നോടൊപ്പമായിരിക്കും. കാലക്കടൽ നീന്തി നീ വന്നെത്തും വരെ എന്റെ കാത്തിരിപ്പായിരിക്കും. ആ കാത്തിരിപ്പിനും ഒരു ലഹരിയുണ്ട്. ജേട്ടാ, ജേട്ടാ.